തപ്തഹൃദന്തങ്ങളിൽ ഭക്തിയാം നെയ്യുമായി എത്തുന്നു മണിത്തറ മുന്നിൽ ഞങ്ങൾ. തപ്തഹൃദന്തങ്ങളിൽ ഭക്തിയാം നെയ്യുമായി എത്തുന്നു മണിത്തറ മുന്നിൽ ഞങ്ങൾ. തൃപ്പദാർച്ചിതമാമി ജീവിത ഹവിസുകൾ തൃപ്തിയാർന്ന വിടുന്നു കൈക്കൊള്ളേണേ. തൃപ്തിയാർന്ന വിടുന്നു കൈക്കൊള്ളേണേ. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ധത ഭഞ്ജക. അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം. ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് നിയർ AKG ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. വൈശാഖ മഹോത്സവത്തിനൊരുങ്ങി കൊട്ടിയൂർ. നാളെ മുതൽ ജൂൺ 17 വരെയാണ് ഉത്സവ ചടങ്ങുകൾ. ഉത്സവത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കൊട്ടിയൂർ ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28 ദിവസത്തെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അക്കരെ കുറേ പർണശാലകൾ കെട്ടേണ്ടതുണ്ട്. 40ഓളം പർണശാലകൾ. ആ പർണശാലകളിലാണ് അടിയന്തരക്കാരും അത്യാവശ്യത്തിൽ അവിടെ താമസിക്കേണ്ടവരും എല്ലാം കഴിഞ്ഞു കൂടേണ്ടത് 28 ദിവസം. അതിനുള്ള ഏർപ്പാടുകൾ മിക്കവാറും പൂർത്തിയായി വരികയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ട സൗകര്യത്തിലെ ഒന്നാമത്തത് പാർക്കിംഗ് സൗകര്യമാണ്. പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ട സ്ഥല സൗകര്യം പരിമിതമാണ് അവിടെ. എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സ്ഥലം, ഒരു 4 ഏക്കർ സ്ഥലം കൂടി ഞങ്ങൾ പുതുതായിട്ടൊരു പരീക്ഷണം എന്നുള്ള തരത്തിൽ നടുക്കുനിയിൽ, അതായത് ഇക്കര ക്ഷേത്രത്തിൻ്റെയും അക്കര ക്ഷേത്രത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തെയാണ് നടുക്കുനി എന്ന് പറയുന്നത്. അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചാൽ 1500-ലേറെ ചെറിയ വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഇത്തവണയും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി 4 ഏക്കറോളം സ്ഥലമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 1500ഓളം വിമുക്ത ഭടന്മാർ ഉത്സവ കാലയളവിൽ വളണ്ടിയർമാരായി രംഗത്തുണ്ടാകും. പ്രസാദ വിതരണത്തിനും വഴിപാടിനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. അന്നദാനത്തിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളം, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കും സൗകര്യങ്ങൾ ഒരുക്കിയതായി കൊട്ടിയൂർ ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പലതരത്തിലും കൊട്ടിയൂരിന് ഓർമ്മിക്കപ്പെടേണ്ട ഒരു വർഷമാണെന്ന് തോന്നുന്നു. കാരണം 100 വർഷം മുൻപ്, അതായത് 1923 അവിടെ ഒരു ദുരന്തം നടന്നതാണ്. ഇന്ന് കാണുന്ന കൊട്ടിയൂർ എല്ലാം ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒന്നും കാണാത്ത തരത്തിൽ അന്നത്തെ ഉത്സവം കഴിഞ്ഞ് പോയതിന് ശേഷം 1 മാസത്തിന് ശേഷമുള്ള മഹാമാരി ആ ക്ഷേത്രത്തെ മുഴുവൻ മണ്ണിൽ മൂടി ഇട്ട ഒരു അവസരമായിരുന്നു. ആ ഉത്സവം കഴിഞ്ഞിട്ട് ഇന്നത്തെ നിലയിൽ ഈ ക്ഷേത്രത്തെ വീണ്ടും ഈ രൂപപ്പെടുത്തിയിട്ട് 100ാമത്തെ വർഷമാണിത്. 2024 ഉത്സവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പ്രത്യേക വർഷമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ദുരന്തത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കൊട്ടിയൂരിൻ്റെ 100ാം വാർഷികമാണ് 2024. ദേവസ്വം ചെയർമാൻ KC സുബ്രഹ്മണ്യൻ നായർ, രവീന്ദ്രൻ പൊയിലൂർ, N പ്രശാന്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മെയ് 23 മുതൽ ജൂൺ 13 വരെ മാത്രമായിരിക്കും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. ഇന്നറിയാൻ കണ്ണൂർ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഇൻഡിഗോ, ഷാലിമ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു.
കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383 462 422.